Hi viewers, എല്ലാവർക്കും നമസ്കാരം. ഹാങ് ഔട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് പോവുകയാണ്. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് വെച്ചാൽ ഫ്രഷ് സിലോപ്പി തവ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സിലോപ്പി 2 എണ്ണം വെട്ടി നല്ലപോലെ ക്ലീൻ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്നു. ഇതിനുള്ള മസാലകൾ ചേർത്ത് നമ്മൾ തവയിൽ പൊള്ളിക്കുകയാണ്. ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, ഒരു 3 സ്പൂൺ മുളക് പൊടി, ഒരു 2 സ്പൂൺ കുരുമുളക്, 3 സ്പൂൺ ആയിരിക്കാം കുഴപ്പമില്ല, ശകലം മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തെന്ന് പറയുമ്പോൾ അതൊരു വലിയ ടീസ്പൂൺ ആയതുകൊണ്ട് 1 സ്പൂൺ ഇട്ട് ഒരു ശകലം കൂടെ, അല്പം പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് വിനീഗർ, നാരങ്ങ നീര്, ഒരു 2 പീസ് നാരങ്ങയുടെ നീരെടുത്തു, ഒരു ചെറിയ ടീസ്പൂൺ മൈദ, ഒരു ചെറിയ ടീസ്പൂൺ കോൺഫ്ലവർ, ഒരു ചെറിയ ടീസ്പൂൺ എഗ്ഗ്, മുട്ടയും മൈദ ഇതിനാ ചേർക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പുറത്തൊന്ന് പിടിച്ചിരിക്കാൻ ലൈറ്റ് കോട്ടിങ്ങിന് വേണ്ടിയാണ്. നമ്മൾ ശകലം മൈദയും ശകലം കോൺഫ്ലവറും ശകലം മുട്ടയും ചേർക്കുന്നത് ഈ മസാല ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ തവ വെച്ചു. ഇത് ഇരുമ്പ് തവയാണ്. ഇതിനകത്ത് നമുക്ക് നല്ലപോലെ ഇങ്ങനെ മസാല ഇടുമ്പോൾ തേച്ച് പിടിപ്പിക്കാം. ഇത് പെട്ടെന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരച്ച് മസാല ചേർത്ത് പെട്ടെന്ന് ഇത് ഫ്രൈ ആക്കുകയാണ്. ഇത് 1 മണിക്കൂർ മുമ്പ് മസാല ഇട്ട് വെക്കാം. അന്നേരം നമ്മൾ പുളി ഉപ്പും ശകലേ ചേർക്കത്തുള്ളൂ. 1 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പിടിച്ചിരിക്കും മസാല. അപ്പം കുറച്ച് ഉപ്പ് ചേർക്കത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മസാലകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ എല്ലാവരും ചോദിക്കും, ഇതിനകത്ത് പെട്ടെന്ന് നിങ്ങൾ മസാല ആഡ് ചെയ്താൽ പെട്ടെന്ന് ഇതിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് പിടിക്കുമോ, ഉപ്പും പുളിയും പിടിക്കുമോ എന്ന് ചോദിക്കും. അത് ഷെഫിൻ്റെ ഒരു ട്രിക്കാണ്. നമ്മൾ അതനുസരിച്ച് മുൻകൂട്ടി ഇച്ചിരി ഉപ്പും പുളിയും മസാലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിടിക്കും. 3/4 മണിക്കൂർ മുമ്പ് ഇത് പുരട്ടി വെക്കാനും നല്ലതാണ്. ഉപ്പ് പോരാൻ തോന്നി, അതിൻ്റെ ആ ഫ്ലേവർ കിട്ടിയില്ല, മനസ്സിലായി ഉപ്പ് കുറവാണെന്ന്. നമ്മൾ കുറച്ച് കരിവേപ്പില ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ മീൻ തേച്ച മീൻ ധൈര്യമായിട്ട് തവയിലോട്ട് വെച്ചു. സിലോപ്പി തവ ഫ്രൈ ആണ്. സിലോപ്പി ഫ്രൈ നമ്മൾ ഒരു സൈഡ് തിരിച്ചിട്ടു.
വീണ്ടും ഇതിനകത്ത് എണ്ണ കുറഞ്ഞതിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുടിച്ചിട്ട് ചെയ്യും. ഇത് 700 ഗ്രാമുണ്ട്. ഇതേപോലെ നല്ല നാടൻ രീതിയിൽ ഇഞ്ചി, കരിയാപ്പില, വെളുത്തുള്ളി, കുരുമുളക് 1 കിലോയ്ക്ക് 450 രൂപയാണ് മാർക്കറ്റിൽ. നമ്മൾ എല്ലാം സ്വന്തമായിട്ട് പൊടിച്ച് അങ്ങനെ നമ്മുടെ നാടൻ രീതിയിൽ മസാല ചേർത്ത് തിലോപ്പി തവ ഫ്രൈ റെഡിയായിരിക്കുകയാണ്. ഇതാണ് തിലോപ്പി തവ ഫ്രൈ. റെഡിയായിരിക്കുകയാണ്. നമ്മളിത് തവയിലോട്ട് തന്നെ ശരിയാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ മസാല വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് ഹാങ്ങൗട്ടിൻ്റെ ഇന്നത്തെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വെറൈറ്റി ഡിഷുമായിട്ട്, ചിക്കൻ്റെ ഒരു 4 വെറൈറ്റി ഡിഷുമായിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ തീർച്ചയായിട്ടും വരും. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവർക്കും, സ്പെഷ്യലി കൊച്ചി, തിരുവനന്തപുരം, കോട്ടയം, പത്തനംതിട്ടയുള്ള എല്ലാവർക്കും വളരെ നന്ദിയും സ്നേഹവും കടപ്പാടും കൊച്ചിൻ ഹാങ്ങൗട്ട് റെസ്റ്റോറൻറ്റിൻ്റെ പേരിൽ രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും അടുത്ത നല്ലൊരു എപ്പിസോഡിനായിട്ട് നമ്മൾ വരും.